മമ്മീസ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഒരു FF ആണ്. ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിമൻ FF ആണ്. പിന്നെ ഇതൊരാൾ BTS ലവ് അല്ലെങ്കിൽ വിമൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു FF ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ടൈമിൽ ഞാൻ ഓക്കെ പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞെങ്കിലും മൈൻഡിൽ ആ സമയത്ത് ഒരു സ്റ്റോറി ബോർഡ് ഇല്ലായിരുന്നു. അതിന് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മൈൻഡിലൊരു സ്റ്റോറി വന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. കാരണം എന്താ പറയുക, പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരിക്കൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വെച്ചാൽ, ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ ചിലപ്പോൾ എന്താ പറയുക കുറച്ച് ഇതായിരിക്കും, ബട്ട് നിങ്ങൾക്ക് പോകുമ്പോൾ മനസ്സിലായിക്കോളും. പിന്നെ വേറൊന്നും പറയില്ല. പിന്നെ ഡെസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആക്ച്വലി വന്നിട്ട് ഡെസ്റ്റിനിൽ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജോസ്ബിൻ മാം DN സെറ്റ് ആക്കും, ചിലർ പറയുന്നു അഹിൻ മാം DN സെറ്റ് ആക്കണം. എനിക്കറിയാം, ബിക്കോസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം, ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആയിരിക്കും. ബട്ട് ഞാൻ ഓൾറെഡി സ്റ്റോറി ചെയ്ത സമയത്ത് തന്നെ എൻ്റെ മൈൻഡിൽ ഒരു മെയിൻ ഒരു പെയറിനെ ഞാൻ ആക്കിയിട്ടുണ്ട്. സോ അതെനിക്ക് ചെയ്യാൻ പറ്റൂ. അല്ലാണ്ട് നിങ്ങളെല്ലാം പറയുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവുന്നു എങ്ങനെ ഇതിന് ചെയ്യുമെന്ന്. സോ നിങ്ങൾക്കത് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് വീഡിയോ പോവാം. ഏട്ടാ, ഇതിങ്ങനെ പോയാൽ പറ്റില്ല. എത്രയാന്ന് വെച്ചാ ഇങ്ങനെ ഓരോന്ന് കണ്ടു ചിരിക്കാൻ പറ്റുമോ? എന്റെ ജീവൻ പോകുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞിന്റെ കല്യാണം കണ്ടു കാണുമെന്ന ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഇനി പറ്റുമോന്ന് പോലും അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന എന്താണോ അത് അവളെ അനുസരിച്ചേ പറ്റത്തുള്ളൂ. ആന്റി, ബട്ട് അവളുടെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനില് ഒരു കല്യാണത്തെ ഫോഴ്സ് ചെയ്യുന്നൊക്കെ അതിപ്പോ വേണോ? എന്ത് സിറ്റുവേഷൻ ഞാൻ മനസ്സിലാക്കേണ്ടത്? വർഷം എത്രയായി എനിക്ക് ഇവളുടെ കണ്ണുനീര് കണ്ടുകൊണ്ടെങ്കിലിരിക്കാൻ പറ്റില്ല. ഞങ്ങളൊക്കെ എത്ര നാളെന്ന് വെച്ചാ ഇവളുടെ കണ്ണുനീര് കണ്ടുകൊണ്ടിരിക്കുക. പോയവൻ പോട്ടെ, എല്ലാം നശിച്ചല്ലോ. ഇനി ഞങ്ങളുടെ ജീവനും കൂടെ കണ്ടിട്ട് എന്റെ കണ്ണടങ്ങുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞിന്റെ കല്യാണം കാണുന്ന ആഗ്രഹിക്കുന്നതിൽ എന്ത് തെറ്റാവുള്ളേ? അതെ മോളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര നാളെ അവള് മുറിക്കത്ത് കയറി വാതിലടച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. അവളുടെ ചിരി ഒന്ന് കണ്ടിട്ട് എത്ര കാലം എന്നറിയാവോ? പറയുമ്പോ ഞങ്ങൾ അച്ഛനും അമ്മയ്ക്ക് തന്നെ അവക്കുണ്ടായ സിറ്റുവേഷൻ ഈ ലോകത്ത് ഒരാൾക്കും ഉണ്ടാവരുത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ എത്ര കാലം എന്ന് വെച്ചിട്ടാ ഇങ്ങനെ ഇപ്പോ വന്നിരിക്കുന്ന കല്യാണോചന, അത് ഇവളെ കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടാ, നമ്മുടെ ഫാമിലിനെ കുറിച്ചും എല്ലാം അറിഞ്ഞിട്ട് വന്നിരിക്കുന്നേ. അങ്ങനെയുള്ളപ്പോ അത് വേണ്ടെന്ന് വെക്കരുന്ന് പറ. അച്ഛനും അമ്മയും നിർത്തുന്നുണ്ടോ? നിങ്ങൾ എന്തറിഞ്ഞിട്ടേ പറയുന്നേ? കൊറേ കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ നിങ്ങൾക്കൊരു ഭാരമാണെങ്കിൽ ഞാൻ ഇവിടുത്തെ പോയേക്കാം. പക്ഷെ മറ്റൊരു കല്യാണത്തിന് വേണ്ടി എന്നെ ഫോഴ്സ് ചെയ്യരുത്. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം പോയി. ആത്മാർത്ഥമായി സ്നേഹിച്ച ആളും പോയി. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരാളെ മാത്രമേ ആത്മാർത്ഥത പ്രണയിച്ചിട്ടുള്ളൂ. ആ ആൾക്ക് എന്റെ ശരീരവും എന്റെ ജീവനും എല്ലാം ഞാൻ കൊടുത്തു. ജീവന്റെ പാതിയാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളപ്പോ എന്തിനാ വെറുതെ വേറൊരു കല്യാണത്തിന് ഫോഴ്സ് ചെയ്യുന്നേ? സെലിയൻ, നീ ഇത് എന്താണിട്ട് പറയുന്നേ? ശരിയാ, നീ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചു, അവനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. പക്ഷെ എന്താ നിനക്ക് കിട്ടിയത്? ഈ കരച്ചിലും. ഇത്രയും വർഷമായി ഇവന്റെ ഒരു ഇൻഫോർമേഷൻ നിനക്ക് കിട്ടിയോ? ഇല്ലല്ലോ. അവൻ നിന്നെ വെറും നിന്റെ ശരീരത്തിന് വേണ്ടി മാത്രം, അതിനു വേണ്ടി മാത്രം നിന്നെ സ്നേഹിച്ചത്. അത് ഇപ്പോഴെങ്കിലും നീ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മതി അച്ഛൻ, നിർത്ത്. അവൻ എന്റെ ശരീരത്തിന് വേണ്ടി സ്നേഹിച്ചെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ അവനെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിച്ചത്. അവനും അങ്ങനെ തന്നെയാ. പക്ഷെ അതിന്റെ ഇടയിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. ഇത്രയും വർഷമായിട്ട് അവനെ കുറിച്ച് ഒരു ഇൻഫോർമേഷനും ഇല്ല. പക്ഷെ എന്ത് പറഞ്ഞു മറ്റൊരാളെ
എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 4 വർഷമായി 4 വർഷമായിട്ട് വരാത്തവൻ പിന്നെ എന്ന് വരുമെന്ന് നീ പറയുന്നേ? ഇതാ നോക്കുമോളെ, ഞങ്ങൾക്ക് നിന്റെ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ശരി, നീ പറഞ്ഞ പോലെ അവൻ വരുമെങ്കിൽ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എന്തിനാ ഒരു റൂമിൽ കയറി വാതിലടച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നേ? എന്ത് പറ്റി നിനക്ക്? അവൻ വരുന്നുണ്ടെങ്കിൽ നിന്റെ മുഖം ഇങ്ങനെ ആയിരിക്കില്ല. അപ്പൊ തന്നെ നിനക്ക് ഊഹിക്കുന്നതല്ലേ. നീ തന്നെ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു അവൻ വരില്ലെന്ന്. പിന്നെ നീ ആർക്ക് വേണ്ടി അഭിനയിക്കുന്നത്? ഞങ്ങൾക്ക് വേണ്ടിട്ടോ? ഒരു കാര്യം ഞാൻ പറയാം, നീ ഇപ്പൊ തീരുമാനം എടുക്കണം. ഞങ്ങൾ രണ്ടുപേരും ജീവനാണ് വെച്ചത്, അതോ നിന്റെ ശരീരത്തിന് വേണ്ടി മാത്രം ആഗ്രഹിച്ച അവനെയാണോ നിനക്ക് വേണ്ടത്? ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഈ അച്ഛനെ അമ്മേനെ നോക്കണ്ട. ഒന്ന് നിർത്ത്. നിനക്ക് എന്താ വേണ്ടേ? ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കണം, അത്രയല്ലേ ഉള്ളൂ. ശരി, ആരെയാണ് വെച്ച് കൊണ്ടുപോകും. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കാം. എനിക്ക് നിങ്ങൾ തന്നെ ഇമ്പോർട്ടന്റ്. നിങ്ങൾ എന്നെ മനസ്സിലാക്കുമെന്ന് വിശ്വസിച്ചു, പക്ഷെ ഇല്ല. ആരെ വെച്ച് കൊണ്ടുപോകും? ഈ കല്യാണത്തിന് എനിക്ക് സമ്മതം. ദിയ, നീ എന്താ ഈ പറയുന്നേ? നീ ഇപ്പൊ കല്യാണത്തിന് സമ്മതിച്ചോ? ദിയ, എനിക്ക് നല്ലപോലെ അറിയാം, പേരൻസ് പറയുന്ന കേൾക്കുന്നതൊക്കെ നല്ലതൊക്കെ തന്നെയാ. പക്ഷെ നിന്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇത് നീ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി ചെയ്യരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നീ ഇത് ഓക്കെ ആണെങ്കിൽ മാത്രമേ കല്യാണം സംസാരം തന്നെ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്നെ കൊണ്ട് പറയാനേ പറ്റും. സൃഷ്ടി, അമ്മന്റെ മുഖത്തേക്ക് ചോദിച്ചത് കേട്ടോ, ഞങ്ങളാണോ നിനക്ക് വലുത് അതോ അവനാണോ? എനിക്ക് 3 പേര് എന്റെ ലോകം. അതിൽ ഒരാളെ ചൂസ് എന്നെ കൂടെ പറ്റില്ല. പക്ഷെ എന്റെ അച്ഛന്റെ അമ്മയുടെയും ആഗ്രഹം അതാണെങ്കിലും അതങ്ങ് നടക്കട്ടെ. എന്റെ ജീവിതം ഏതെങ്കിലും ഒരുത്തിന്റെ തലയിൽ കെട്ടിവെച്ചാൽ അവർക്ക് സന്തോഷമാകുന്നെങ്കിൽ അങ്ങാകട്ടെ. സെലിനി എന്തായി പറയുന്നേ? പേരൻസ് ഇങ്ങനെ പറയാനുള്ള മെയിൻ റീസൺ 4-5 വർഷമായിട്ട് നീ ഇത് തന്നെയല്ലേ കാണിക്കുന്നത്? ഒരു റൂമിനകത്ത് കഥ കടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവരാഗ്രഹിക്കുന്നത് നിന്റെ സന്തോഷം മാത്രമാണ്. എനിക്കറിയില്ല ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന്. പക്ഷെ ഞാനൊരു കാര്യം പറയാ, എവിടെയാണെങ്കിലും നീ ഹാപ്പിയാണോ എന്നാ നീ നോക്കേണ്ടത്. എനിക്കറിയില്ല ഞാൻ ഹാപ്പിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ പേരൻസ് ഹാപ്പിയാ, അത് മതി. കാരണം എല്ലാം പോയല്ലോ, സ്നേഹിച്ച ആളും പോയി, എല്ലാം പോയി. അപ്പൊ പിന്നെ ഈ മുറിക്കാത്ത ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ച് തീർത്തല്ലേ പറ്റൂ. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എടാ ഗൗതം, സെലിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഈ കല്യാണത്തിന് ഓക്കെ ആണെന്ന് പറഞ്ഞു. എന്താ? അപ്പോ സെലിൻ ഓക്കെ പറഞ്ഞു? വാട്ട് ഈസ് സർപ്രൈസ്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഐ കാൻ ബിലീവ് ദിസ്. സെലിൻ ഓക്കെ പറയുന്നത് എന്റെ മൈൻഡിൽ കൂടില്ലാത്ത കാര്യമാണ്. ഗൗതം, നിനക്ക് സെലിനെ ഒരുപാട് നാളായിട്ട് ഇഷ്ടം എനിക്കറിയാം. നീ പ്രപ്പോസ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തോ? എന്നിട്ട് നിനക്ക് അവളെ എങ്ങനെയാണ് പ്രണയിക്കാൻ പറ്റുന്നത്? അതാ എനിക്ക് മനസ്സിലാവാതെ. ലവ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്റെ കാര്യത്തില് എങ്ങനെയാ? 5 വർഷമായിട്ട് അവൾ ഇപ്പോഴും ആ ഒരു ഇൻസിഡന്റ് ഓവർകം ആയിട്ടില്ല. അല്ല ഗൗതം, നിനക്ക് അറിയാലോ 5 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഒരു പിന്നെ അച്ഛനത്തിന് മുമ്പില് തന്റെ ശരീരം അടിയറ വെക്കുമ്പോ അങ്ങനെ ഒരു പെണ്ണിനെ കെട്ടാൻ ലൈക്ക് ഒരാള് തയ്യാറാകുന്ന പറയുമ്പോൾ അത്ര ചെറിയ വലിയ കാര്യമല്ല. ബട്ട് എനിക്കറിയാം നിനക്ക് അവളെ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ച. ഞാൻ ഒരുപാട് പ്രണയങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ നിന്നെ കൊണ്ട് മാത്രം എങ്ങനെയാ സെലിനെ ഇത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടാത്ത. ജീവിതത്തിൽ ആദ്യമായി കണ്ടുമുട്ടിയ പ്രണയം, ആ ഒരു പ്രണയത്തെ സ്വന്തമാക്കുന്നതിൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല. പക്ഷേ അതൊരിക്കലും ഫോഴ്സ്ഫുള്ളി ആവരുത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇപ്പോഴും ഈ കല്യാണം നടക്കാൻ പോകുന്നത് അവളുടെ സമ്മതത്തോടുകൂടെയാണ്. അത് മതി.
ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഈ ലോകത്തിൽ ഒരാളും ചെയ്യാത്ത കാര്യമാണ്. പക്ഷേ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അവളെ ഞാൻ ആദ്യം പ്രണയിച്ചതും ഇപ്പോഴും പ്രണയിക്കുന്നതും ഒരിക്കലും അവളുടെ ശരീരവും സൗന്ദര്യവും ഒന്നും കണ്ടിട്ടില്ല. ഒരു ചെറിയ ഫോൾട്ട് പറ്റിപ്പോയി. അത് അവൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അത് വെച്ച് അവളെ ജഡ്ജ് ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ മോനെ, അങ്ങനല്ല. സെലിൻ എത്ര നല്ല കുട്ടിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയാം. പക്ഷേ പിന്നെ ഈ ഡിസിഷൻ കാരണം നിനക്ക് റിഗ്രറ്റ് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അമ്മ പറഞ്ഞതേ ഉള്ളൂ. ആ ഒരു കാര്യത്തിൽ അച്ഛനമ്മയ്ക്ക് ഞാൻ വാക്ക് തരാം. ഒരിക്കലും നാളെ അതിന് വേണ്ടിയിട്ട് റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ലെന്ന് തോന്നുന്നു. പിന്നെ ആദ്യമൊക്കെ അവൾക്ക് ഈ ഒരു കാര്യമായിട്ട് ഡൈജസ്റ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും. പക്ഷേ എനിക്ക് ഉറപ്പാണ് അവളൊരു ദിവസം മനസ്സിലാക്കുന്ന സമയം വരും. അന്ന് വരെ ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്.